ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വെറൈറ്റി ആയിട്ടൊരു രസം ഉണ്ടാക്കിയാലോ? രസവട കഴിച്ചിട്ടുണ്ടോ നിങ്ങൾ? രസവടയുടെ ടേസ്റ്റിൽ നമുക്കൊരു രസം ഉണ്ടാക്കിയെടുക്കാം. രസവട ഇല്ലാത്തൊരു രസം. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഒരു രസം ഉണ്ടാക്കുന്ന കാര്യമല്ലേ? അതെ, നമ്മൾ ഇന്നൊരു പരിപ്പ് രസമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് ആവശ്യമായ സാധനങ്ങൾ: ഒരു കപ്പ് പരിപ്പെടുത്ത് കുതിർക്കാനിട്ടിട്ടുണ്ട്. സാമ്പാർ പരിപ്പാണ് കേട്ടോ. തുവരപ്പരിപ്പ്, സാമ്പാർ പരിപ്പ് എന്നൊക്കെ പറയുന്നില്ലേ, ആ പരിപ്പാണേ. ഒരു 3 തക്കാളി ഇവിടെ എടുത്തിട്ടുണ്ട്, നെടുകെ കീറി വെച്ചിട്ടുണ്ട് കേട്ടോ. അതുപോലെ ഒരു 3 പച്ചമുളകും നെടുകെ കീറി വെച്ചിട്ടുണ്ട്. ആവശ്യത്തിന് കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ ഒരു ചെറിയ നാരങ്ങ വലിപ്പത്തിന് പുളി ദാ ഇവിടെ 1 ഗ്ലാസ് വെള്ളത്തിൽ കുതിർക്കാനിട്ടിട്ടുണ്ട് കേട്ടോ. അടുത്തായിട്ട് നമുക്ക് വേണ്ടത് ഇതിലേക്ക് ചേർക്കാനുള്ള മസാലയാണ്. ഒരു 2 അല്ലി വെളുത്തുള്ളി, ഒരു സ്പൂൺ ജീരകം, അതുപോലെ ഉണ്ടമുളകും കൂടെ ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് നല്ല പോലെ ആ കല്ലിലിട്ടൊന്ന് ഇടിച്ചെടുക്കാം നമുക്ക്. ഉണ്ടമുളകില്ലെങ്കിൽ കാന്താരി മുളകോ പച്ചമുളകോ ഏതെങ്കിലും മുളക് മതി കേട്ടോ. ഞാനിവിടെ ഉണ്ടമുളക് എടുത്തുവെന്നേ ഉള്ളൂ കേട്ടോ. അതുപോലെ നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ കുരുമുളക് പൊടി ഇല്ലാത്തവർ കുരുമുളകാണെങ്കിൽ ഇതിൻ്റെ കൂട്ടത്തിൽ ഇട്ട് ഇടിച്ചെടുക്കാം. എനിക്കിവിടെ കുരുമുളക് പൊടിയുള്ളത് കൊണ്ട് ഞാൻ ഇടിക്കുന്നില്ല. ഇപ്പോൾ ഏകദേശം നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഒരു ചട്ടി എടുക്കാം, എന്നിട്ട് ഈ പരിപ്പൊന്ന് വേവിച്ചെടുക്കാം. അതിനായിട്ട് ഇതാ ഇവിടെ ഒരു ചട്ടി എടുത്തിട്ടുണ്ട്. ഈ കുതിർത്ത് വെച്ചിരിക്കുന്ന പരിപ്പ് ഞാൻ ഈ ചട്ടിയിലേക്ക് പകർത്തുവാണ് കേട്ടോ. എന്നിട്ട് ആവശ്യത്തിന് പരിപ്പ് വേകാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അതുപോലെ ഉപ്പ് ഇട്ട് കൊടുക്കുക, ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. അതുപോലെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് പരിപ്പൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ഗ്യാസിൽ വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇത് വേണമെങ്കിൽ നമുക്കിതിപ്പോൾ കുക്കറിലൊക്കെ വെക്കാം കേട്ടോ. ഈ പരിപ്പ് വേവിക്കാൻ വേണമെങ്കിൽ കുക്കറിൽ വെക്കാം. ഞാനിവിടെ ചട്ടിയിലാണ് വെച്ചത്. ചട്ടിയിൽ വെക്കുമ്പോൾ ഒരു പ്രത്യേക സ്വാദാണ്. അതിന് ഏത് കൂട്ടാൻ നമ്മൾ ചട്ടിയിൽ വെച്ചാലും അതിനൊരു പ്രത്യേക സ്വാദാണ്. ഇവിടെ ഇപ്പോൾ നമ്മൾ പരിപ്പ് വെന്തോ എന്ന് ഇടയ്ക്ക് നോക്കണം. ഇപ്പോൾ നല്ല പോലെ വെന്തിട്ടുണ്ട്. വെന്തതിന് ശേഷം നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും പച്ചമുളകും കറിവേപ്പിലയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുവാണ്. ഒരു 3 ഗ്ലാസ് വെള്ളം ഞാൻ ഇതിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മുടെ രസത്തിന് ആവശ്യമായിട്ടുള്ള വെള്ളമാണ് ഈ ഒഴിക്കുന്നത്. നമുക്ക് എത്രത്തോളം രസം വേണോ അത്രത്തോളം വെള്ളം നമ്മളിങ്ങനെ ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതൊന്ന് കലക്കി വെച്ചതിന് ശേഷം നമ്മൾ നേരത്തെ കുതിർക്കാനിട്ട ആ പുളി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഇനി ഇത് നല്ലപോലെ ഒന്ന് തിളയ്ക്കണം. നല്ലപോലെ ഒന്ന് ഈ ഒരു തക്കാളിയൊക്കെ അതിൽ കിടന്ന് ആ ഒരു പുളിയിൽ കിടന്ന് നന്നായിട്ട് വെന്ത് കുഴഞ്ഞ് വരണം. അപ്പോൾ നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഓരോ മസാലയായിട്ട് ഇതിലേക്ക് ഇടാം. രസത്തിന് ആവശ്യമായിട്ടുള്ള മസാല ഞാൻ തന്നെ ഇവിടെ പൊടിച്ച് വയ്ക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്, അല്ലാതെ പുറത്തുനിന്നൊന്നും അങ്ങനെ വാങ്ങിക്കാറില്ല. അപ്പോൾ എങ്ങനെയാണ് സാമ്പാർ പൊടിയും രസപ്പൊടിയും വീട്ടിൽ തന്നെ ഉണ്ടാക്കാമെന്നുള്ള വീഡിയോ ഞാൻ ഇടാം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ചേർത്തത് 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. അതുപോലെ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ രസപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് 3ഉം ഇട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം ആവശ്യത്തിന് കായവും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കണം. കായം ഇല്ലാതെ എന്ത് രസമല്ലേ? അപ്പോൾ കായവും കൂടെ ചേർത്ത് കൊടുത്ത് നല്ല പോലെ ഒന്ന് ഇളക്കിയെടുക്കണം. ഇതൊന്ന് തിളച്ച് കുറുകി വരുമ്പോൾ നമ്മുടെ സ്റ്റാർ ആയിട്ടുള്ള മല്ലിയില, ഈ ഒരു രസത്തിന് ഏറ്റവും സ്പെഷ്യൽ ഈ ഒരു മല്ലിയിലയാണ് കേട്ടോ. അപ്പോൾ മല്ലിയില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മല്ലിയില ഇതിൽ നല്ല പോലെ ഒന്ന് കിടന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും ഈ ഒരു രസം നമുക്ക് മാറ്റി വയ്ക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ ചതച്ച് വെച്ചില്ലേ കുറേ സാധനങ്ങൾ, അതെടുത്ത് നമുക്ക് കടുക് താളിക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് പാൻ ചൂടാകുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. കടുകും വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുക. കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും നമ്മൾ നേരത്തെ ചേർത്ത് ചതച്ച് വെച്ചിട്ടുള്ള ആ ഒരു വെളുത്തുള്ളിയുടെയും നമ്മുടെ ജീരകവും വെളുത്തുള്ളിയും ഉണ്ടമുളകും ചേർത്ത് ചതച്ച് വെച്ചില്ലേ, അതും കൂടെ നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുവാണ് കേട്ടോ. അതുപോലെ വേറൊരു കാര്യം പറയാൻ മറന്നുപോയി, ഞാൻ അതിൻ്റെ ഇടയ്ക്ക് കുരുമുളക് രസത്തിൽ ഇട്ടായിരുന്നു കേട്ടോ. ഈ രസപ്പൊടിയൊക്കെ ഇടുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ കുരുമുളക് പൊടിയും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പറയാൻ മറന്നുപോയതാണ്, സോറി. അപ്പോൾ ഇതൊന്ന് കടുക് താളിച്ചതിന് ശേഷം ഈ രസത്തിലേക്ക് നമുക്കിതങ്ങ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നല്ല സ്വാദിഷ്ടമായിട്ടുള്ള രസം തയ്യാറായിട്ടുണ്ട്. ഇതൊരു പ്രാവശ്യമെങ്കിലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല സ്വാദാണ് കേട്ടോ. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് കാണാം. അതുവരേക്കും ബൈ.